നമസ്കാരം. ഒരു കഥ പറയുന്നതിന് വാക്കുകൾ എന്തിന്? നിങ്ങൾക്ക് കണ്ണുകൾ കൊണ്ട് സംസാരിക്കാം, കൈകളുടെ ചലനങ്ങളിലൂടെ സംസാരിക്കാം, മുഖഭാവങ്ങളിലൂടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാം. അങ്ങനെ ശരീര ചലനങ്ങളിലൂടെ, മേളവാദ്യങ്ങളിലൂടെ, സംഗീതത്തിലൂടെ, വേഷഭൂഷാദികളിലൂടെ കഥകൾ പറയുന്ന ഒരു കലാരൂപം, അതാണ് കഥകളി. ഇന്നത്തെ 5 മിനിറ്റ് PSC മാസ്റ്റർ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് കഥകളിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതകളാണ്. നമുക്ക് ക്ലാസ്സിനകത്തോട്ട് വരാം. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശരി, അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ പോയിന്റിലോട്ട് വരാം. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, ഇന്ത്യയിൽ ആകെ 8 ക്ലാസിക്കൽ നൃത്തരൂപങ്ങളുണ്ട് അല്ലേ? അതിലൊരു നൃത്തരൂപമാണ് കഥകളി എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കലകളുടെ രാജാവ്, രാജാക്കന്മാരുടെ കല, ദ ടോട്ടൽ തിയേറ്റർ, ദ ഡാൻസ് ഡ്രാമ എന്നൊക്കെ അറിയപ്പെടുന്ന കലയാണ്, കലാരൂപമാണ് ഏത്? കഥകളി. കലകളുടെ രാജാവ്, രാജാക്കന്മാരുടെ കല, ദ ടോട്ടൽ തിയേറ്റർ, ദ ഡാൻസ് ഡ്രാമ എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്ന കലാരൂപമാണ് കഥകളി എന്ന് നിങ്ങൾക്ക് അറിയാം. കഥകളിയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഏത് കലാരൂപമാണ്? പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. കഥകളിയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന കലാരൂപം ഏത് എന്ന് ചോദിച്ചാൽ രാമനാട്ടമാണ്. രാമനാട്ടത്തിൽ നിന്നാണ് പതുക്കെ പതുക്കെ കഥകളി എന്ന് പറയുന്ന കലാരൂപം രൂപപ്പെട്ടു വന്നത്. രാമനാട്ടം എന്ന് പറയുന്ന കലാരൂപം അത് വികസിപ്പിച്ചെടുത്തത് ആരെ എന്ന് ചോദിച്ചാൽ കൊട്ടാരക്കര തമ്പുരാനാണ്. രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് ആര് എന്ന് ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. കൊട്ടാരക്കര തമ്പുരാൻ. അപ്പൊ ആ രാമനാട്ടത്തിൽ നിന്നാണ് പിന്നീട് കഥകളി ഉണ്ടായത്. അതുകൊണ്ട് കഥകളിയുടെ ഉപജ്ഞാതാവ് ആരെന്ന് ചോദിച്ചാലും കൊട്ടാരക്കര തമ്പുരാൻ എന്നാണ് ഉത്തരം പറയുന്നത്. തീർച്ചയായിട്ടും കഥകളിയുടെ വളർച്ചയ്ക്ക് ഒരുപാട് സംഭാവന നൽകിയ മറ്റൊരാളുണ്ട്, കോട്ടയത്ത് തമ്പുരാൻ. കോട്ടയത്ത് തമ്പുരാനെയും ചില പുസ്തകങ്ങളിൽ അങ്ങനെ വിശേഷിപ്പിക്കാറുണ്ട് എങ്കിലും പൊതുവിൽ നല്ല ഉത്തരം എന്ന് പറയുന്നത് കൊട്ടാരക്കര തമ്പുരാനാണ്. കാരണം രാമനാട്ടം എന്ന് പറയുന്ന കലാരൂപത്തിൽ നിന്നാണ് കഥകളി രൂപം കൊണ്ടത്. അതുകൊണ്ട് കഥകളിയുടെ ഉപജ്ഞാതാവ് ആര് എന്ന് ചോദിച്ചാൽ നല്ല ഉത്തരം കൊട്ടാരക്കര തമ്പുരാനാണ്. ഇനി അത് കഴിഞ്ഞിട്ട് രാമനാട്ടം എന്ന് പറയുന്ന കലാരൂപം, രാമനാട്ടം എന്ന് പറയുന്ന കലാരൂപം ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത് കേരളത്തിലെ ഏറ്റവും പ്രാചീനമായിട്ടുള്ള മറ്റൊരു കലാരൂപത്തോടാണ്. ഏതാണ് എന്ന് ചോദിച്ചാൽ കൂടിയാട്ടം എന്ന് പറയുന്ന കലാരൂപമുണ്ട്. കേരളത്തിൽ വളരെ പ്രാചീനമായിട്ടുള്ള ഒരു കലാരൂപമാണ് കൂടിയാട്ടം. അപ്പോൾ രാമനാട്ടം ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത് ഏത് കലാരൂപത്തോടാണ് എന്ന് ചോദിച്ചാൽ കൂടിയാട്ടം എന്ന് പറയുന്ന കലാരൂപത്തോടാണ്. അതുപോലെ തന്നെയാണ് കഥകളി. കഥകളിയും ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത് ഏത് കലാരൂപത്തോടാണ് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം എഴുതേണ്ടത് കൂടിയാട്ടം എന്ന് പറയുന്ന കലാരൂപത്തോടാണ് എന്ന് പറയണം. അപ്പൊ രാമനാട്ടമായാലും കഥകളി ആയാലും ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത് കേരളത്തിലെ ഏത് പ്രാചീന കലാരൂപത്തോടാണ് എന്ന് ചോദിച്ചാൽ കൂടിയാട്ടം എന്ന് പറയുന്ന കലാരൂപത്തോടാണ് എന്ന് ഉത്തരം പറയണം. ഇനി അവിടെ അറിയേണ്ടത് കഥകളിയിലെ പരിഷ്കരണ സമ്പ്രദായങ്ങളെ കുറിച്ചാണ്. ഇന്ന് കാണുന്നത് പോലെയല്ല കഥകളി മുമ്പ്. അതിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പഴയ കഥകളിയിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളതാണ് ഇന്ന് നമ്മൾ കാണുന്ന കഥകളി. ആ കഥകളിയിലെ ആ മാറ്റങ്ങൾ അല്ലെങ്കിൽ ആ പറഞ്ഞ പരിഷ്കാരങ്ങൾ, അതിനെ പൊതുവെ പറയുന്നത് സമ്പ്രദായങ്ങൾ എന്നാണ്. കഥകളിയിലെ പരിഷ്കരണങ്ങൾ നമ്മൾ പൊതുവെ പറയും എന്താണ്? സമ്പ്രദായങ്ങൾ. അപ്പോൾ കഥകളിയിലെ പ്രധാനപ്പെട്ട പരിഷ്കരണ സമ്പ്രദായങ്ങൾ ഏതൊക്കെയാണ് എന്ന് നിങ്ങൾ അറിഞ്ഞു വെക്കണം. അതാണ് വെട്ടത്ത് നാടൻ, കപ്ലിംഗ് മോഡൻ, കല്ലടിക്കോടൻ. വെട്ടത്ത് നാടൻ, കപ്ലിംഗ് മോഡൻ, കല്ലടിക്കോടൻ എന്നിങ്ങനെയുള്ള പരിഷ്കരണ സമ്പ്രദായങ്ങൾ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നായിരിക്കും പരീക്ഷയ്ക്ക് ചോദ്യം വരുന്നത്. വെട്ടത്ത് നാടൻ, കപ്ലിംഗ് മോഡൻ, കല്ലടിക്കോടൻ എന്നിങ്ങനെയുള്ള പരിഷ്കരണ സമ്പ്രദായങ്ങൾ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് കഥകളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വെട്ടത്ത് നാടൻ എന്ന് പറയുമ്പോൾ പണ്ട് വെട്ടം എന്ന് പറയുന്ന ഒരു രാജ്യം, കേരളത്തിനകത്തുള്ള ഒരു പ്രദേശം, വെട്ടം എന്ന് പറയുന്ന രാജ്യം, അവിടെ ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവ് കഥകളിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അപ്പൊ ആ സമ്പ്രദായങ്ങളെ നമ്മൾ പറയും വെട്ടത്ത് നാടൻ സമ്പ്രദായം എന്ന് പറയും. കപ്ലിംഗ് മോഡൻ എന്ന് പറയുന്നത് തിരുവിതാംകൂർ രാജാക്കന്മാരും കഥകളിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ പരിഷ്കരണ സമ്പ്രദായങ്ങളെയാണ് നമ്മൾ കപ്ലിംഗ് മോഡൻ പരിഷ്കരണ സമ്പ്രദായങ്ങൾ എന്ന് പറയുന്നത്.
അതുപോലെ കല്ലടിക്കോടൻ പരിഷ്കരണ സമ്പ്രദായങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞു കഥകളിയുടെ വളർച്ചയ്ക്ക് ഒരുപാട് സംഭാവനകൾ നൽകിയ ഒരാളാണ് കോട്ടയത്ത് തമ്പുരാൻ. അപ്പോൾ കോട്ടയത്ത് തമ്പുരാനുമായി ബന്ധപ്പെട്ട പരിഷ്കരണ സമ്പ്രദായങ്ങൾ പൊതുവിൽ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? കല്ലടിക്കോടൻ. അപ്പൊ അവിടെ മനസ്സിലാക്കിക്കോണം, വെട്ടത്ത് നാടൻ, കപ്ലിംഗ് ഓടൻ, കല്ലടിക്കോടൻ പോലുള്ള പരിഷ്കരണ സമ്പ്രദായങ്ങൾ കഥകളിയുടെ പരിഷ്കരണ സമ്പ്രദായങ്ങളാണ് എന്ന് മനസ്സിലാക്കി വെക്കണം. ഇനി വേറൊരു കാര്യം മനസ്സിലാക്കണം, കഥകളിയിൽ സംസാരമില്ല, അല്ലെ? കഥകളിയിൽ വാചിക അഭിനയം ഇല്ല. നാടകം പോലെ അല്ല കഥകളി, അല്ലെ? പക്ഷേ പണ്ട് കഥകളിയില് കഥാപാത്രങ്ങൾ പാട്ടുപാടി അഭിനയിക്കുമായിരുന്നു. അത് മതിയാക്കിയിട്ട് അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇന്ന് കാണുന്ന രീതിയിൽ വാചികാഭിനയം ഇല്ലാതെ കഥകളി നടത്തുന്ന ഒരു രീതി ഉണ്ടല്ലോ, ആ രീതിക്ക് കാരണമായത് ഏത് സമ്പ്രദായമാണ് എന്ന് ചോദിച്ചാൽ വെട്ടത്ത് നാടൻ സമ്പ്രദായമാണ്. അപ്പോൾ കഥകളിയിൽ ഇന്ന് കാണുന്നത് പോലെ വാചികാഭിനയം ഇല്ലാത്ത ആ പറഞ്ഞ കഥകളി അത് ആരുടെ സമ്പ്രദായമാണ്? ഏത് പരിഷ്കരണ സമ്പ്രദായത്തിന്റെ ഫലമാണ് എന്ന് ചോദിച്ചാൽ വെട്ടത്ത് നാടൻ പരിഷ്കരണ സമ്പ്രദായമാണ്. ഏത് കൊണ്ടുവന്നത്? വാചികാഭിനയം ഇല്ലാതാക്കിയത് ആ പരിഷ്കരണ സമ്പ്രദായമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് കഥകളിയിൽ വേഷങ്ങളുണ്ട്, അല്ലെ? പലതരത്തിലുള്ള വേഷങ്ങളുണ്ട്, കഥകളി വേഷങ്ങൾ. കഥകളി വേഷങ്ങൾ പരിഷ്കരിച്ചത് ഏത് സമ്പ്രദായമാണ്? ഇന്ന് കാണുന്ന വിധത്തിൽ കഥകളി വേഷങ്ങൾ പരിഷ്കരിക്കപ്പെട്ടത് ഏത് സമ്പ്രദായത്തിലൂടെയാണ് എന്ന് ചോദിച്ചാൽ കപ്ലിംഗ് മോഡേൺ സമ്പ്രദായത്തിലൂടെയാണ്. തിരുവിതാംകൂർ രാജാക്കന്മാരാണ് ഇന്ന് കാണുന്ന വിധത്തിൽ കഥകളി വേഷങ്ങളൊക്കെ പരിഷ്കരിച്ചെടുത്തത്. വാചികാഭിനയത്തിന് പ്രാധാന്യം കുറച്ച് ഇന്ന് കാണുന്ന രീതിയിലോട്ട് കൊണ്ടുവന്നത് വെട്ടത്ത് നാടൻ പരിഷ്കരണ സമ്പ്രദായമാണ്. കഥകളി വേഷങ്ങൾ അത് കപ്ലിംഗ് മോഡേൺ പരിഷ്കരണ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടിരിക്കും. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പ്രധാനപ്പെട്ട കാര്യം സാത്വിക അഭിനയം. സാത്വിക അഭിനയം ഇന്ന് നിങ്ങൾ കഥകളി നോക്കുമ്പോൾ അതിനകത്ത് മുഖഭാവങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്, മുദ്രകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. നമ്മുടെ നാട്യശാസ്ത്രത്തിനകത്തുള്ള മുദ്രകളൊക്കെ ഏതിനകത്ത് ഉപയോഗിക്കും? കഥകളിയിൽ ഉപയോഗിക്കും. മുഖഭാവങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. പണ്ട് ഈ പറഞ്ഞ ശരീരമനക്ക് ഡാൻസ് ചെയ്തൊക്കെ ഈ പറഞ്ഞ കഥ അവതരിപ്പിച്ചു കൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് മുഖഭാവങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, വികാരങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, മുദ്രകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇന്ന് കാണുന്ന വിധത്തിൽ കഥകളിയെ ചിട്ടപ്പെടുത്തിയത് ഏത് ഈ പരിഷ്കരണ സമ്പ്രദായമാണ് എന്ന് ചോദിച്ചാൽ അത് കല്ലടിക്കോടൻ എന്ന് പറയുന്ന പരിഷ്കരണ സമ്പ്രദായമാണ്. അപ്പോൾ കഥകളിയെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി പറയണമെന്ന് താല്പര്യമുണ്ട്, പക്ഷേ വീഡിയോ നീണ്ടുപോകും. നിങ്ങൾ ഒന്നുകൂടി കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് കഥകളിയിൽ ഉപയോഗിക്കുന്ന വാദ്യ ഉപകരണങ്ങൾ സാധാരണഗതിയിൽ പരീക്ഷയ്ക്ക് ചോദ്യം വരുന്ന ഒരു ഏരിയയാണ്. കലാ, സാഹിത്യം, സംസ്കാരം എന്ന് പറയുന്ന ഒരു ഭാഗം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, സിലബസിലുണ്ട്. അവിടെ പരീക്ഷയ്ക്ക് ചോദ്യം വരുന്ന ഒരു ഭാഗമാണ് കഥകളി. അവിടെ ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യമാണ് കഥകളിയിൽ ഉപയോഗിക്കുന്ന വാദ്യ ഉപകരണങ്ങൾ. സംശയം വരരുത്, അതിനകത്ത് ചെണ്ട ഉപയോഗിക്കും. ചെണ്ട ഉപയോഗിക്കും. അസുരവാദ്യമാണ് എങ്കിലും ചെണ്ട എവിടെ ഉപയോഗിക്കും? കഥകളിയിൽ ഉപയോഗിക്കും, അല്ലെ? പണ്ട് അത് ഉപയോഗിക്കത്തില്ലായിരുന്നു, പിന്നീട് അത് ഉപയോഗിക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ ചെണ്ട ഏതിനകത്ത് ഉപയോഗിക്കും? കഥകളിയിൽ ഉപയോഗിക്കും. അതുപോലെ ചേങ്ങില എന്ന് പറയുന്ന വാദ്യ ഉപകരണം, ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ അടിക്കുന്ന ഒരു സാധനമുണ്ട്, ചേങ്ങില എന്ന് പറയുന്ന വാദ്യ ഉപകരണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇലത്താളം, ഇലത്താളം എന്ന് പറയുന്ന വാദ്യ ഉപകരണം. ചെണ്ട ഉപയോഗിക്കും, ചേങ്ങില ഉപയോഗിക്കും, ഇലത്താളം ഉപയോഗിക്കും. ചിലയിടങ്ങളിലൊക്കെ ശംഖ് ഉപയോഗിക്കാറുണ്ട്, എല്ലായിടത്തും ഉപയോഗിക്കില്ലെങ്കിലും ചിലയിടങ്ങളിലൊക്കെ ശംഖ് ഉപയോഗിക്കാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക, തോളിൽ ഇങ്ങനെ കെട്ടിയിട്ടിട്ട് ഈ പറഞ്ഞ് അടിക്കുന്ന ഒരു സാധനമുണ്ട്, ഇടയ്ക്ക എന്ന് പറയുന്ന വാദ്യോപകരണം ഉപയോഗിക്കാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ശുദ്ധ മദ്ദളം ഉപയോഗിക്കാറുണ്ട്. ശുദ്ധ മദ്ദളം, ശുദ്ധ മദ്ദളത്തിന് വലിയ പ്രാധാന്യമുണ്ട്. മദ്ദളം എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള മദ്ദളമുണ്ട്. ശുദ്ധ മദ്ദളമുണ്ട്, തൊപ്പി മദ്ദളമുണ്ട്. കഥകളിയിൽ ഇന്ന് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് ശുദ്ധ മദ്ദളമാണ്. ഒരു കഥകളി അരങ്ങിലോട്ട് ആദ്യം കൊണ്ടുവരുന്ന വാദ്യോപകരണം ഏതെന്ന് ചോദിച്ചാൽ ശുദ്ധ മദ്ദളമാണ്. അതായത് ഈ പറഞ്ഞ എന്താണ്, ഒരു ഐശ്വര്യത്തിന്റെ ഭാഗമായിട്ട് ഒരു കഥകളി അരങ്ങിലോട്ട് ആദ്യം പ്രവേശിപ്പിക്കുന്ന വാദ്യ ഉപകരണം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ശുദ്ധ മദ്ദളമാണ്. നമ്മുടെ ഈ ഇടുപ്പിൽ ഇങ്ങനെ കെട്ടിയിട്ട് ഈ പറഞ്ഞ വായിക്കുന്ന ഒരു ഉപകരണമാണ് ഏത്? ശുദ്ധ മദ്ദളം. അപ്പോൾ കഥകളിയിലെ പ്രധാനപ്പെട്ട വാദ്യ ഉപകരണങ്ങളാണ് ചെണ്ട, പിന്നെ അത് കഴിഞ്ഞിട്ട് ചേങ്ങില, ഇലത്താളം, ശംഖ്, ഇടയ്ക്ക, ശുദ്ധ മദ്ദളം. അപ്പൊ ഇത് ശ്രദ്ധിച്ചോണം. അതിനകത്ത് ഏത് ഉപയോഗിക്കും? ചെണ്ട ഉപയോഗിക്കും. ശംഖ് ചില ഭാഗങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്, ചേങ്ങില ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇലത്താളം ഉപയോഗിക്കുന്നുണ്ട്, ഇടയ്ക്ക ഉപയോഗിക്കുന്നുണ്ട്. ശുദ്ധ മദ്ദളമാണ് ഉപയോഗിക്കുന്നത്, തൊപ്പി മദ്ദളം ഉപയോഗിക്കാറില്ല. തൊപ്പി മദ്ദളം എന്ന് പറഞ്ഞിട്ട് മദ്ദളത്തിന്റെ വേറൊരു രൂപമുണ്ട്, കഴുത്തിൽ കെട്ടിയിട്ട് വായിക്കുന്ന ഒരു സാധനമുണ്ട്, തൊപ്പി മദ്ദളം. അത് ഉപയോഗിക്കാറില്ല. അരയിൽ ഈ പറഞ്ഞ് കെട്ടിയിട്ട് വായിക്കുന്ന ഉപകരണമാണ്
എവിടെ ഉപയോഗിക്കാറുള്ളത്? കഥകളിയിൽ ഉപയോഗിക്കാറുള്ളത്. അതാണ് ശുദ്ധ മദ്ദളം. അപ്പൊ ഈ വാദ്യോപകരണങ്ങൾ പരിചയപ്പെട്ടു വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് കഥകളിയിലെ വേഷങ്ങൾ പരീക്ഷയ്ക്ക് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, ചോദ്യം വരുന്ന ഒരു ഭാഗമാണ് കഥകളിയിലെ വേഷങ്ങൾ. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. പച്ചവേഷം കഥകളിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വേഷങ്ങളിൽ ഒന്നാണ് പച്ചവേഷം. പച്ചവേഷം ആർക്കാണ് കൊടുക്കുന്നത്? സാത്വിക സ്വഭാവമുള്ള കഥാപാത്രങ്ങൾക്കാണ്, സദ്ഗുണങ്ങളുള്ള കഥാപാത്രങ്ങൾക്കാണ്. കഥകളിയിൽ സദ്ഗുണങ്ങളുള്ള, സാത്വിക ഗുണങ്ങളുള്ള കഥാപാത്രങ്ങൾക്ക് കൊടുക്കുന്ന വേഷമാണ് പച്ചവേഷം. ഇപ്പോ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന കഥാപാത്രം, ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന കഥാപാത്രം സാത്വിക ഗുണമുള്ള, സദ്ഗുണമുള്ള കഥാപാത്രം എന്നാണ് വയ്പ്. അപ്പോൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന വേഷം എന്താണ്? പച്ചവേഷമാണ്. അതുപോലെ തന്നെ പഞ്ച പാണ്ഡവർ അല്ലെ, അർജുനൻ, അതുപോലെ ഭീമൻ, അതുപോലെ ധർമ്മപുത്രർ, നകുലൻ, സഹദേവൻ, അതുപോലെ കർണൻ. കർണൻ പഞ്ചപാണ്ഡവരിൽ പെടുന്നവരല്ല, പക്ഷെ മഹാഭാരതത്തിലെ മറ്റൊരു കഥാപാത്രമാണ് കർണൻ. ആ കർണൻ എന്ന് പറയുന്ന ആൾക്കുമൊക്കെ കൊടുക്കുന്നത് ഏത് വേഷമാണ്? പച്ചവേഷമാണ്. അപ്പോൾ ഒരു കഥകളിയില് സദ്ഗുണങ്ങളുള്ള നായക കഥാപാത്രങ്ങൾക്ക്, ഉപനായക കഥാപാത്രങ്ങൾക്ക് സാധാരണഗതിയിൽ എന്ത് വേഷമാണ് കൊടുക്കുന്നത്? പച്ചവേഷമാണ് കൊടുക്കുന്നത്. അതേസമയം വേറൊരു വേഷമുണ്ട്, കത്തിവേഷം. കത്തിവേഷം എന്ന് പറയുന്നത് കഥകളിയിലെ പ്രതിനായക കഥാപാത്രങ്ങൾക്ക്, ആന്റി ഹീറോസിന് കൊടുക്കുന്ന എന്താണ്? ഈ പറഞ്ഞ വേഷമാണ്. ഏത്? കത്തിവേഷം അല്ലെ. ഇപ്പൊ ഉദാഹരണത്തിന് രാവണൻ. രാവണൻ എന്ന് പറയുന്നത് കഥകളിയിലെ ഒരു പ്രതിനായക കഥാപാത്രമാണ്. രാവണന് കൊടുക്കുന്ന വേഷം എന്തായിരിക്കും? കത്തിവേഷം. അപ്പോൾ പച്ചവേഷം എന്ന് പറയുന്നത് സാത്വിക ഗുണമുള്ള, സദ്ഗുണങ്ങളുള്ള കഥയിലെ പ്രധാനപ്പെട്ട എന്താണ്? കഥാപാത്രങ്ങൾക്ക്, അതായത് നായക കഥാപാത്രങ്ങൾക്ക്, ഉപനായക കഥാപാത്രങ്ങൾക്ക് കൊടുക്കുന്ന വേഷമാണ് പച്ചവേഷം. കത്തിവേഷം എന്ന് പറയുന്നത് പ്രതിനായക കഥാപാത്രങ്ങൾക്ക് കൊടുക്കുന്ന വേഷമാണ് എന്ന് ഓർക്കുക. അവിടെ ഒരു ഉദാഹരണം പഠിച്ചു വെക്കുക. രാവണന് കൊടുക്കുന്നത് ഏത് വേഷമാണ്? രാവണന് കൊടുക്കുന്നത് കത്തിവേഷമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് മിനുക്ക് വേഷം. ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. കഥകളിയിലെ സ്ത്രീ കഥാപാത്രങ്ങൾ, കഥകളിയിലെ സ്ത്രീ കഥാപാത്രങ്ങൾ ഏത് വേഷക്കാരാണ്? മിനുക്ക് വേഷമാണ്. കഥകളിയിൽ ഉപയോഗിക്കുന്ന വേഷങ്ങളിൽ ഏറ്റവും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന വേഷമാണ്. ഇപ്പോൾ പച്ച, കത്തി പോലുള്ള കാര്യങ്ങളൊക്കെ ഒരാളുടെ മുഖത്ത് വരച്ച് പിടിപ്പിക്കണമെങ്കിൽ മണിക്കൂറുകൾ എടുക്കും. പക്ഷേ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന വേഷമാണ് മിനുക്ക് വേഷം. കഥകളിയിലെ ഏറ്റവും എളുപ്പമുള്ള വേഷമാണ് എന്ന് പറഞ്ഞാൽ ചെയ്യാൻ എളുപ്പമെന്നല്ല, ആ പറഞ്ഞ വേഷം ക്രിയേറ്റ് ചെയ്യാൻ എളുപ്പം എന്നാണ് പറഞ്ഞത്. എളുപ്പമുള്ള വേഷമാണ് ഏത്? മിനുക്ക് വേഷം. അപ്പോൾ കഥകളിയിലെ സ്ത്രീ കഥാപാത്രങ്ങൾക്ക്, ഇപ്പൊ ദ്രൗപദി പോലുള്ള സ്ത്രീ കഥാപാത്രങ്ങൾക്ക് കൊടുക്കുന്ന വേഷം എന്താണ്? മിനുക്ക് വേഷമാണ്. അതുപോലെ തന്നെ ബ്രാഹ്മണരായിട്ട്, സന്യാസിമാരായിട്ടൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് കൊടുക്കുന്ന വേഷത്തിന് നമ്മൾ പറയുന്നത് മിനുക്ക് വേഷം എന്നുള്ളതാണ്. അപ്പോൾ മിനുക്ക് വേഷം എന്ന് പറഞ്ഞാൽ കഥകളിയിലെ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അഭിനയിക്കുക എന്നുള്ള ഉദ്ദേശമല്ല, പെട്ടെന്ന് ഈ പറഞ്ഞ ആളെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അങ്ങനെയുള്ള വേഷമാണ് മിനുക്ക് വേഷം. സാധാരണഗതിയിൽ സ്ത്രീ വേഷങ്ങളെല്ലാം എന്താണ്? മിനുക്ക് വേഷമാണ്. ബ്രാഹ്മണരായിട്ട് വരുന്നവർ, അതുപോലെ സന്യാസിമാരായിട്ട് വരുന്നവർ ഒക്കെ മിനുക്ക് വേഷധാരികളാണ് എന്നാണ് പറയാറ്. അപ്പോൾ നമ്മൾ 3 വേഷങ്ങളാണ് പറഞ്ഞത്. ഒന്ന് പച്ചവേഷം, നായക കഥാപാത്രങ്ങൾക്ക്, സദ്ഗുണ സമ്പന്നരായിട്ടുള്ള കഥാപാത്രങ്ങൾക്ക് അല്ലെ, ഉപനായകരായിട്ടുള്ള കഥാപാത്രങ്ങൾക്ക് ഒക്കെ കൊടുക്കുന്ന വേഷമാണ് പച്ചവേഷം. കത്തിവേഷം എന്ന് പറയുന്നത് ആന്റി ഹീറോസിന് കൊടുക്കുന്ന വേഷമാണ്. ഉദാഹരണം രാവണൻ എന്ന് പറഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് മിനുക്ക് വേഷം, സ്ത്രീ കഥാപാത്രങ്ങൾക്ക്, ബ്രാഹ്മണർക്ക്, മുനിമാർക്കൊക്കെ കൊടുക്കുന്ന വേഷമാണ് മിനുക്ക് വേഷം എന്ന് പറഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട വേഷമാണ് താടിവേഷം. ഏതാണ്? താടിവേഷം. താടിവേഷം എന്ന് പറയുമ്പോൾ താടിവേഷത്തിൽ തന്നെ തരംതിരിവുകളുണ്ട്. വെള്ളത്താടിയുണ്ട്, ചുവന്ന താടിയുണ്ട്, കറുത്ത താടിയുണ്ട്. അതിൽ വെള്ളത്താടി പ്രധാനമായിട്ട് നൽകുന്നത് ഹനുമാൻ എന്ന് പറയുന്ന കഥാപാത്രത്തിനാണ്. വെള്ളത്താടി പ്രധാനമായിട്ട് നൽകുന്നത് ഏത് കഥാപാത്രത്തിനാണ്? ഹനുമാൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന് സാധാരണഗതിയിൽ നൽകുന്ന താടി ഏതാണ്? വെള്ളത്താടിയാണ്. അപ്പോൾ താടിവേഷം പ്രധാനമായിട്ടും 3 തരമാണ്. വെള്ളത്താടിയുണ്ട്, ചുവന്ന താടിയുണ്ട്, കറുത്ത താടിയുണ്ട് അല്ലെ. അപ്പോൾ വെള്ളത്താടി ആർക്കാണ് നൽകുന്നത്? ഒരു ഉദാഹരണം പറ. ഹനുമാനാണ് നൽകുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് ചുവപ്പ് താടി സാധാരണഗതിയിൽ കഥകളിയിൽ നൽകുന്നത് ദുഷ്ട കഥാപാത്രങ്ങൾക്കാണ്. ദുഷ്ട കഥാപാത്രങ്ങൾക്ക് കഥകളിയിൽ നൽകുന്ന താടിവേഷമാണ് ഏത്? ചുവപ്പ് താടി. അപ്പോൾ അതിനുദാഹരണമാണ് ദുശാസനെ പോലുള്ള ആൾക്കാർ ദുഷ്ട കഥാപാത്രങ്ങളാണ്. അപ്പോൾ ദുശാസനെ പോലുള്ള ദുഷ്ട കഥാപാത്രങ്ങൾക്ക് നൽകുന്ന വേഷം ഏതാണ്? ചുവപ്പ് താടിയാണ് അല്ലെ. ഇനി അത് കഴിഞ്ഞിട്ട് കറുത്ത താടി ആർക്കാണ് നൽകുന്നതെന്ന് ചോദിച്ചാൽ അതും ദുഷ്ട ക്രൂര കഥാപാത്രങ്ങൾക്ക് നൽകുന്നതാണ് കറുത്ത താടി. അപ്പൊ നിങ്ങൾക്ക് സംശയമായി,
ചുവപ്പ് താടിയും ദുഷ്ട ക്രൂര കഥാപാത്രങ്ങൾക്ക് നൽകുന്ന വേഷമാണ്. കറുത്ത താടിയും ദുഷ്ട ക്രൂര കഥാപാത്രങ്ങൾക്ക് നൽകുന്ന വേഷമാണ്. പക്ഷേ കറുത്ത താടിയിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് രാക്ഷസന്മാരെയാണ്, കാട്ടാളന്മാരെയാണ് ഉദ്ദേശിക്കുന്നത്. കറുത്ത താടിയിൽ വരുന്ന ആൾക്കാർ രാക്ഷസന്മാരായിരിക്കും, കാട്ടാളന്മാരായിരിക്കും. ഇപ്പൊ ദുശാസനൻ രാക്ഷസനൊന്നും അല്ല. അപ്പോൾ കാട്ടാളന്മാരായിട്ടുള്ള രാക്ഷസന്മാരായിട്ടുള്ള ദുഷ്ട കഥാപാത്രങ്ങളാണെങ്കിൽ അത് കറുത്ത താടി, അല്ലാതെയുള്ള ദുഷ്ട കഥാപാത്രങ്ങളാണെങ്കിൽ അത് ചുവപ്പ് താടി. അതേസമയം ഹനുമാനെ പോലുള്ള കഥാപാത്രങ്ങളാണെങ്കിൽ അത് വെള്ളത്താടി. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു വേഷമുണ്ട്, കരിവേഷം, അല്ലെ? ഇപ്പോൾ കറുത്ത താടി, കറുപ്പും കരിയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അവിടെയും ഈ പറഞ്ഞ ഉദ്ദേശിക്കുന്ന കാര്യം, കരിവേഷം സാധാരണഗതിയിൽ കൊടുക്കുന്നത് സ്ത്രീകൾക്കാണ്. കരിവേഷം സാധാരണഗതിയിൽ കൊടുക്കുന്നത് സ്ത്രീ കഥാപാത്രങ്ങൾക്കാണ്. എങ്ങനെയുള്ള സ്ത്രീ കഥാപാത്രങ്ങൾക്ക്? കാട്ടാള അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്താണ് രാക്ഷസി കഥാപാത്രങ്ങൾക്കാണ്. ഇപ്പൊ നിങ്ങൾ ശൂർപ്പണഖ എന്ന് കേട്ട് കാണും, താടക എന്ന് കേട്ട് കാണും. ശൂർപ്പണഖ, താടക പോലുള്ള രാക്ഷസിമാർക്ക് കൊടുക്കുന്ന ഈ പറഞ്ഞ വേഷമാണ് കരിവേഷം, അല്ലെ? അപ്പൊ നമ്മൾ കറുത്ത വേഷം എന്ന് പറയുന്നത് അത് രാക്ഷസന്മാർക്കാണ്, പുല്ലിംഗമാണ്, രാക്ഷസന്മാർക്കാണ്, പുരുഷന്മാർക്കാണ്. അതേസമയം കരിവേഷം എന്ന് പറയുന്നത് സ്ത്രീകൾക്കാണ്. ശൂർപ്പണഖ, താടക പോലുള്ള രാക്ഷസിമാർക്ക് കൊടുക്കുന്ന വേഷമാണ് കരിവേഷം എന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു വേഷമുണ്ട്. മറ്റൊരു വേഷം എന്ന് പറയുന്നത് എന്താണ്? പഴുപ്പ് വേഷമാണ്. മറ്റൊരു വേഷം എന്ന് പറയുന്നത് പഴുപ്പ് വേഷമാണ്. പഴുപ്പ് വേഷം എന്ന് പറയുമ്പോൾ മുഖത്ത് മഞ്ഞ കളറായിരിക്കും ഉപയോഗിച്ചിരിക്കുന്നത്, മുഖത്ത് മഞ്ഞ കളറായിരിക്കും, അല്ലെ? ഇപ്പോൾ പച്ച വേഷം എന്ന് പറയുമ്പോൾ പച്ച കളറാണ്. അതേസമയം മുഖത്ത് മഞ്ഞ വേഷമാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ അത് പഴുപ്പ് വേഷമാണ്. സാധാരണഗതിയിൽ കഥകളിയിൽ ശിവൻ എന്ന് പറയുന്ന കഥാപാത്രം, ശിവൻ ദൈവമാണ്, അല്ലെ? ശിവന്റെ കഥാപാത്രം, അതുപോലെ തന്നെ ബ്രഹ്മാവിന്റെ കഥാപാത്രം ഒക്കെ ചെയ്യുന്നവര് എന്ത് വേഷമാണ് ധരിക്കാറുള്ളത് എന്ന് ചോദിച്ചാൽ പഴുപ്പ് വേഷമാണ്. അപ്പോൾ മഞ്ഞ നിറത്തുള്ള വേഷമാണ് പഴുപ്പ് വേഷം. ശിവൻ അതുപോലെ ബ്രഹ്മാവ് പോലുള്ള കഥാപാത്രങ്ങൾ അത് അവതരിപ്പിക്കുന്നവർ ഉപയോഗിക്കുന്നത് ഏത് വേഷമാണ്? പഴുപ്പ് വേഷമാണ് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് കഥകളിയിലെ ചടങ്ങുകൾ പരിചയപ്പെട്ടു വയ്ക്കണം. കഥകളിയിലെ ചടങ്ങുകൾ, അല്ലെ? അപ്പൊ അതില് ആദ്യത്തെ ഒരു ചടങ്ങുണ്ട്, കേളി. കേളി എന്ന് പറയുന്ന ചടങ്ങ് പഴയ കാലമാണ്. ഇന്നത്തെ പോലെ റേഡിയോ ഇല്ല, മൊബൈൽ ഫോൺ ഇല്ല, അല്ലെ? അപ്പോൾ ഇന്ന് ഇവിടെ കഥകളി ഉണ്ട് എന്ന് നാട്ടുകാരെ അറിയിക്കണം. അപ്പൊ അതിനുള്ള ഈ പറഞ്ഞ ചടങ്ങാണ് ഏത്? കേളി. ഇന്ന് ഈ ക്ഷേത്രത്തിൽ കഥകളി ഉണ്ട് എന്ന് നാട്ടുകാരെ അറിയിക്കുന്ന ഒരു ചടങ്ങുണ്ട്. ആ ചടങ്ങിനെയാണ് നമ്മൾ കഥകളിയിൽ കേളി എന്ന് പറയുന്നത്. അപ്പൊ ഇന്നിവിടെ കഥകളി ഉണ്ട്, ഏതാണ്? കേളി. ഇനി അത് കഴിഞ്ഞിട്ട് അരങ്ങ് കേളി. അരങ്ങ് കേളി എന്ന് പറയുമ്പോൾ അരങ്ങത്താണ്. അരങ്ങത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ പറഞ്ഞ തിയേറ്ററിനകത്താണ്, അരങ്ങത്താണ്, അല്ലെ? അരങ്ങത്ത് നടക്കുന്ന കേളിയെയാണ് അരങ്ങ് കേളി എന്ന് പറയുന്നത്. ഇതാ കഥകളി ആരംഭിക്കാനായിട്ട് പോകുന്നു, ഇതാ കഥകളി ആരംഭിക്കാനായിട്ട് പോകുന്നു എന്നറിയിക്കുന്നതാണ് ഏത്? അരങ്ങ് കേളി. അപ്പൊ കേളി എന്ന് പറയുമ്പോൾ എന്താണ്? ഇന്ന് ഈ അമ്പലത്തിൽ, ഈ ക്ഷേത്രത്തിൽ കഥകളി ഉണ്ട് എന്നറിയിക്കുന്നതാണ് കേളി. അരങ്ങ് കേളി എന്ന് പറയുമ്പോൾ അരങ്ങത്ത് നടക്കുന്നതാണ്, അല്ലെ? അതായത് കഥകളി തുടങ്ങാൻ പോകുന്നു എന്ന് നാട്ടുകാരെ അറിയിക്കുന്നതാണ് ഏത്? അരങ്ങ് കേളി. നമ്മൾ അതിനെ ഗണപതി കൊട്ട് എന്നും പറയാറുണ്ട്. നമ്മൾ അതിനെ ഗണപതി കൊട്ട് എന്നും പറയാറുണ്ട്. ഈ ഗണപതി കൊട്ട് എന്ന് പറയുന്ന അരങ്ങ് കേളിയിൽ ഒരു വാദ്യ ഉപകരണം ഉപയോഗിക്കത്തില്ല. ചിലപ്പോൾ അത് ചോദിച്ചേക്കും, അരങ്ങ് കേളിയിൽ ഒരു വാദ്യ ഉപകരണം ഉപയോഗിക്കത്തില്ല, ഏത് വാദ്യ ഉപകരണം എന്ന് ചോദിച്ചാൽ അത് ചെണ്ടയാണ്. ചെണ്ട എന്ന് പറയുന്നത് അസുരവാദ്യമാണ്. ഇവിടെ ഒരു കാര്യം തുടങ്ങാണ്, അപ്പോൾ അസുരവാദ്യത്തിന് ഇവിടെ പ്രാധാന്യമില്ല. അപ്പോൾ അരങ്ങ് കേളിയിൽ ഉപയോഗിക്കാത്ത കഥകളിയിലെ വാദ്യോപകരണം ഏത് എന്ന് ചോദിച്ചാൽ ചെണ്ടയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു കഥകളി അരങ്ങിലോട്ട് ആദ്യം കൊണ്ടുവരുന്ന, ഐശ്വര്യത്തിന്റെ പ്രതീകമായിട്ട് ആദ്യം കൊണ്ടുവരുന്ന വാദ്യോപകരണം ശുദ്ധമദ്ദളമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേളിയുണ്ട്, അരങ്ങ് കേളിയുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ് തോടയം. തോടയം എന്താണ് എന്ന് ചോദിച്ചാൽ ഈശ്വര പ്രാർത്ഥനയാണ്. തോടയം എന്ന് പറഞ്ഞാൽ കഥകളി തുടങ്ങാൻ പോവാണ്, അതിന് തൊട്ടു മുമ്പുള്ള കഥകളി കലാകാരന്മാരുടെ ഈശ്വര പ്രാർത്ഥനയാണ്. ഈശ്വര പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അത് ഈ പറഞ്ഞ അരങ്ങിന് പിറകിലാണ്, അതായത് തിരശ്ശീലയ്ക്ക് പിറകിലായിട്ടാണ് തോടയം എന്ന് പറയുന്ന ഈശ്വര പ്രാർത്ഥന നടക്കുന്നത്. അതായത് കഥകളി കാണാൻ വന്നിരിക്കുന്നവർക്ക് ആ കലാകാരന്മാരെ കാണാനായിട്ട് പറ്റത്തില്ല, തിരശ്ശീലയ്ക്ക് പിറകിലായിട്ടാണ്. അനങ്ങുന്നതും പോകുന്നതൊക്കെ കാണാൻ പറ്റും, പക്ഷെ ഈ പറഞ്ഞ തിരശ്ശീലയ്ക്ക് മുമ്പിലായിട്ടല്ല എന്ന് നടക്കുന്നത് പ്രാർത്ഥനാ ഗീതം, അതായത് തോടയം നടക്കുന്നത്. അപ്പോൾ തോടയം എന്ന് പറയുന്നത് കഥകളി തുടങ്ങുന്നതിന് മുമ്പ് കഥകളി കലാകാരന്മാരുടെ പ്രാർത്ഥനാ ഗീതമാണ്, ഈശ്വര പ്രാർത്ഥനയാണ് തോടയം. അപ്പോൾ കേളിയുണ്ട്, അരങ്ങ് കേളിയുണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട്
തോടയമുണ്ട് അല്ലെ. ഇനി അത് കഴിഞ്ഞിട്ട് വന്ദന ശ്ലോകം എന്ന് പറയുന്ന ഒരു സംഗതി കൂടിയുണ്ട്. വന്ദന ശ്ലോകം എന്ന് പറയുമ്പോൾ കഥകളിയിൽ ഞാൻ പറഞ്ഞു വാചികാഭിനയമില്ല, കഥാപാത്രങ്ങൾ സംസാരിക്കത്തില്ല. അപ്പോ കഥ എന്താണ്, കഥാപാത്രങ്ങൾ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ നാട്ടുകാർക്ക് മനസ്സിലാവുന്നത് അതിനകത്തുള്ള ഭാഗവതർ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും കഥകളിയിലെ പ്രധാനപ്പെട്ട ഗായകൻ ഒരാളുണ്ട്. കഥകളിയിലെ പ്രധാനപ്പെട്ട ഗായകനെയാണ് നമ്മൾ പൊന്നാനി എന്ന് പറയുന്നത്. കഥകളിയിലെ പ്രധാനപ്പെട്ട ഗായകൻ, അയാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് പൊന്നാനി. പൊന്നാനിക്ക് എന്തുണ്ടാവും, അസിസ്റ്റന്റ് ഉണ്ടാവും. പൊന്നാനി പാടുന്നത് കേട്ടിട്ട് കൂടെ പാടാൻ വേണ്ടിയിട്ട് അസിസ്റ്റന്റ് ഗായകരായിട്ടുള്ള ആൾക്കാരുണ്ടാവും. അവരെ നമ്മൾ ശിങ്കിടി എന്ന് വിളിക്കും. ശിങ്കിടി എന്ന് പറയുമ്പോൾ ഒരാൾ തന്നെ ആകണമെന്നില്ല, ഒന്നിലധികം ആൾക്കാരും ആകാം. അപ്പോൾ കഥകളിയിലെ പ്രധാനപ്പെട്ട ഗായകനാണ് ആര്, പൊന്നാനി. ആ പൊന്നാനി ചേങ്ങില ഉപയോഗിച്ചാണ് പാടുന്നത്. പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വാദ്യോപകരണമാണ് ഏത്, ചേങ്ങില. അതേസമയം ശിങ്കിടി ഏതാണ് ഉപയോഗിക്കുന്നത്, ഇലത്താളമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കഥകളിയിലെ എന്താണ് ഈ പറഞ്ഞ ഗായക സംഘം കഥകളി അരങ്ങിൽ വന്ന്, അതായത് തിരശ്ശീലയ്ക്ക് പിന്നിലല്ല തിരശ്ശീലയ്ക്ക് മുന്നിൽ വന്ന് നിന്ന് ഒരു എന്താണ് വന്ദന ശ്ലോകം പാടും. കഥകളി ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ട് വന്ദന ശ്ലോകം പാടും. അപ്പോൾ കേളിയുണ്ട്, അരങ്ങ് കേളിയുണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് തോടയം, അത് കലാകാരന്മാരുടെ ഈശ്വര പ്രാർത്ഥനയാണ്, തിരശ്ശീലയ്ക്ക് പിറകിലാണ്. അതേസമയം കഥകളിയിലെ ഗായക സംഘത്തിന്റെ എന്താണ് ഈ പറഞ്ഞ വന്ദന ശ്ലോകം, ആ വന്ദന ശ്ലോകം നടക്കുന്നത് തിരശ്ശീലയ്ക്ക് മുന്നിലാണ്. പിന്നീട് പുറപ്പാട്, പിന്നീട് അത് കഴിഞ്ഞിട്ട് കഥാരംഭം, പിന്നെ കഥകളി അവസാനിക്കുന്നു. കഥകളി അവസാനിക്കുന്ന ചടങ്ങാണ് ഏത്, ധനാശി. കഥകളി അവസാനിക്കുന്ന ചടങ്ങാണ് ധനാശി. അപ്പോ പൊന്നാനി ഉപയോഗിക്കുന്ന വാദ്യോപകരണം ചേങ്ങലയാണെന്ന് പറഞ്ഞു. പൊന്നാനി എന്ന് പറയുന്നത് കഥകളിയിലെ പ്രധാനപ്പെട്ട ഗായകനാണെന്ന് പറഞ്ഞു. പൊന്നാനി അസിസ്റ്റ് ചെയ്യുന്ന ഈ പറഞ്ഞ ഗായകരാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്, ശിങ്കിടി. ശിങ്കിടി ഉപയോഗിക്കുന്ന വാദ്യോപകരണം ഏതാണ്, അത് ഇലത്താളമാണ് എന്ന് പറഞ്ഞു. കഥകളി അവസാനിക്കുന്നത് എങ്ങനെയാണ്, ധനാശി എന്ന് പറയുന്ന ചടങ്ങോടുകൂടിയാണ്. ധനാശി എന്ന് പറയുന്ന ചടങ്ങ് തിരശ്ശീലയ്ക്ക് മുന്നിലാണ്. തോടയം എന്ന് പറയുന്ന ചടങ്ങ് തിരശ്ശീലയ്ക്ക് പിറകിലാണ്. അപ്പൊ തോടയം തിരശ്ശീലയ്ക്ക് പിറകിലാണെങ്കിൽ ധനാശി തിരശ്ശീലയ്ക്ക് മുന്നിലാണ്. കഥകളി അവസാനിക്കുന്ന ചടങ്ങാണ്, അത് തിരശ്ശീലയ്ക്ക് മുന്നിലാണ്. ഇനി അത് കഴിഞ്ഞിട്ട് കഥകളിയുടെ കാര്യം പറയുമ്പോൾ ശ്രദ്ധിച്ചു വയ്ക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. കഥകളിയുമായി ബന്ധപ്പെട്ട ഈ പറഞ്ഞ അതിൻ്റെ ഹസ്തമുദ്രകളൊക്കെ പറയുന്ന ഒരു ഈ പറഞ്ഞ പുസ്തകമുണ്ട്. ആ പുസ്തകമാണ് അല്ലെങ്കിൽ ഒരു കൃതിയുണ്ട്, അതാണ് ഹസ്തലക്ഷണ ദീപിക. കഥകളി മുദ്രകൾ, കഥകളിയുടെ അടിസ്ഥാന മുദ്രകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു കൃതിയുണ്ട്, അതാണ് ഹസ്തലക്ഷണ ദീപിക. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, കഥകളിയിലെ അടിസ്ഥാന മുദ്രകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതി ഏതാണ് എന്ന് ചോദിച്ചാൽ ഹസ്തലക്ഷണ ദീപിക. ഹസ്തലക്ഷണ ദീപികയിൽ പറയുന്ന അടിസ്ഥാന മുദ്രകൾ എത്ര എണ്ണമാണ്? ഹസ്തലക്ഷണ ദീപികയിൽ പറയുന്ന അടിസ്ഥാന മുദ്രകൾ എത്ര എണ്ണമാണ് എന്ന് ചോദിച്ചാൽ 24 എണ്ണമാണ് എന്നുള്ളത് ഓർത്തു വെക്കണം. ചവറ പാറുക്കുട്ടിയമ്മ ഏത് കലാരംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചവറ പാറുക്കുട്ടിയമ്മ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് കഥകളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ കലാമണ്ഡലം ഹൈദരാലി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കഥകളി സംഗീതവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കലാകാരനാണ് കലാമണ്ഡലം ഹൈദരാലി. കലാമണ്ഡലം ഹൈദരാലിയുടെ ആത്മകഥയാണ് മഞ്ജുതരം. കലാമണ്ഡലം ഹൈദരാലിയുടെ ആത്മകഥയാണ് മഞ്ജുതരം. അപ്പോൾ കഥകളിയുമായി ബന്ധപ്പെട്ട് അത്യാവശ്യം അറിയേണ്ട കാര്യങ്ങൾ പെട്ടെന്ന് അവതരിപ്പിക്കാൻ ശ്രമിച്ചതാണ്. ഇതെല്ലാം വളരെ നേരത്തെ തന്നെ കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. കലാസാഹിത്യം സംസ്കാരം എന്ന് പറയുന്ന ഭാഗത്ത് ഒരു സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 10-12 ക്ലാസ് പല കലകളുമായി ബന്ധപ്പെട്ട്, സാഹിത്യവുമായി ബന്ധപ്പെട്ട്, സ്പോർട്സുമായി ബന്ധപ്പെട്ട് 10-12 ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. ഏതാണ്ട് ഈ പറഞ്ഞ 10-20 ലക്ഷത്തോളം പേര്, 20 മില്യണിൽ കൂടുതൽ ആൾക്കാർ കണ്ടിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് ആണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കാണുക. അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുത്തേക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് കലാസാഹിത്യം സംസ്കാരം എന്ന് പറയുന്ന ഭാഗം പഠിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എങ്കിൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന വിധത്തിൽ ഒരു പുസ്തകം നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്.
കലാ, സാഹിത്യം, സംസ്കാരം, കായികം എന്ന് പറയുന്ന ടോപ്പിക്ക്. 100 രൂപ മാത്രമാണ് ഈ പുസ്തകത്തിന് വിലയുള്ളത്. വളരെ കുറച്ച് പേജുകളേ ഉള്ളൂ, പെട്ടെന്ന് പഠിച്ചു തീർക്കാനായിട്ട് പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ ആ പ്ലേലിസ്റ്റിലുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ട് ഈ പുസ്തകം വായിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പഠിച്ചു തീർക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ പുസ്തകം ആവശ്യമുള്ളവർ ഇപ്പോൾ തന്നെ ഈ കാണുന്ന നമ്പറിലോട്ട് വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക. അതവിടെ നിൽക്കട്ടെ. ഈ പറഞ്ഞ 5 മിനിറ്റുള്ള PSC മാസ്റ്റർ ക്ലാസ് ചിലപ്പോൾ 5 മിനിറ്റ് നിൽക്കത്തില്ല, കുറച്ച് നീണ്ടുപോകും. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണോ അല്ലയോ എന്ന് അറിയാൻ താല്പര്യമുണ്ട്. ഇത് തുടർന്ന് മുമ്പോട്ട് കൊണ്ടുപോകണമോ എന്നറിയാൻ താല്പര്യമുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം. വളരെ പെട്ടെന്ന് കുറച്ച് കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സീരീസ് എന്നുള്ള രീതിയിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.